പറ. ഹലോ, പതിവ് പോലെ തന്നെ ഇപ്രാവശ്യം ഞാൻ നല്ല ലേറ്റാണ് കേട്ടോ. ഇതിപ്പം കുറേ ദിവസത്തിന് ശേഷം ഞാനൊരു വോയിസ് ഓവർ ചെയ്യാണ്. ഒരു ടച്ച് വിട്ടൊരു ഫീലുണ്ട് എനിക്ക്. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു 2 ആഴ്ച മുന്നേ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ തിരിച്ച് ഉസ്ബെക്കിൽ എത്തിയിട്ടിപ്പം ഒരു 2 ആഴ്ച കഴിഞ്ഞു. ഇപ്പം ഹോസ്റ്റലിൻ്റെ കുറേ തിരക്ക് കാരണമാണ് കേട്ടോ ഞാൻ വീഡിയോ ഒന്നും ഇടാതിരുന്നത്. ദിസ് ഈസ് അവർ ആക്ച്വൽ വ്ളോഗർ. ഇവളാണൊരു എന്താ പറയുക, ആക്ച്വലി പരിപാടിക്ക് വേണ്ടി ചെയ്യുന്ന വ്ളോഗ്. പറ ശ്രീ. അറ്റ് ലാസ്റ്റ് 3 മാസത്തിന് ശേഷം നമ്മൾ തിരിച്ചു പോവാണ്. 3 മാസമൊന്നും പോയത് ഞാൻ അറിഞ്ഞില്ല. ഇപ്പോഴും എനിക്ക് ഇവിടെ നിന്ന് വിശ്വാസമല്ല കേട്ടോ ഞാൻ പോവുകയാണെന്ന്. എനിക്കറിയില്ല, എനിക്കത് ചിന്തിക്കാൻ പറ്റണില്ല. പക്ഷെ എനിക്ക് സങ്കടം അങ്ങനെയൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് അങ്ങനെ നമുക്ക് വെയിറ്റിൻ്റെ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞ് ക്ഷീണിച്ചു. ഇപ്പോൾ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം സമയം 4:30, 5:30ക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. 7:50 അബുദാബി എത്തും. സോ അതിനിടയിൽ നമുക്ക് ഫുഡുണ്ട്, അതാണൊരു പ്രതീക്ഷ. ഇവിടെ കുറേ ആൾക്കാരുണ്ട്. എനിക്കറിയില്ല എന്തൊക്കെയാണ് ഞാൻ കേൾക്കണമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടുണ്ടായിരുന്നു, ഇപ്പം നിന്നു, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. പിന്നെ കുറേ ആൾക്കാരുണ്ട്, കുറേ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും. സോ ഇത് ഇഗ്നോർ ചെയ്യണം. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വ്ളോഗ് അയക്കാമെന്ന് മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. എനിക്ക് ഒരു ഉറപ്പുമില്ല ഞാൻ ഇതിൻ്റെ വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വിഷമമൊന്നും വരുന്നില്ല എന്നുള്ളത്. ദാറ്റ് വാസ് എ വെരി ബിഗ് ലൈ. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയ സമയത്ത് തന്നെ എനിക്ക് വിഷമം വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് നോട്ട് അത്ര ഒരു ഇതൊന്നുമില്ല. പക്ഷേ ലൈക്ക് ഉണ്ട്, പോവുകയാണല്ലോ, അതിൻ്റെ ഒരു വിഷമം എന്തായാലും ഉണ്ടാവുമല്ലോ. അങ്ങനെ പിന്നെ എനിക്ക് റിയലൈസ് ചെയ്യാൻ സമയം കിട്ടാത്ത പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഫ്ലൈറ്റ് എടുത്ത സമയത്താണ് എനിക്ക് റിയലൈസേഷൻ സംഭവിച്ചത്. ഇപ്പോൾ ഒരു തിരിച്ചു വരവില്ല എന്നുള്ളത് അപ്പോഴാണ് കേട്ടോ ഞാൻ മനസ്സിലാക്കിയത്. ആ ഒരു റിയലൈസേഷൻ സംഭവിച്ച സമയത്തുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ കുറേ കാര്യങ്ങൾ ചെയ്യാണ്ടായിരുന്നു. മിസ് ചെയ്യാനൊന്നും സമയം ഉണ്ടായിരുന്നില്ല. ഇവിടെ ഹോസ്റ്റലിൻ്റെ റെഡിയാക്കലും കാര്യങ്ങളും അങ്ങനെ ഒരു 1 വീക്ക് നമ്മൾ അതിൻ്റെ പുറകെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ എന്തോ ഈ വീഡിയോ കാണുമ്പോൾ എന്തോ ഒരു ഫീല്. ആക്ച്വലി ഇതിൽ കുറേ ക്ലിപ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീഡിയോ ഇത്രയും ദിവസമായല്ലോ ഞാൻ എടുത്തിട്ട്. അപ്പോൾ പിന്നീട് അത് കാണുന്ന സമയത്ത് ഇത് വേണോ എന്ന് ഞാൻ കുറേ ആലോചിച്ച് കുറേ ക്ലിപ്സൊക്കെ ഞാൻ ഒഴിവാക്കി. അങ്ങനെ ഈ വീഡിയോയുടെ ലെങ്ത് ഒന്ന് ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ വീഡിയോ ഞാൻ പുതിയതായിട്ട് പോസ്റ്റ് ചെയ്യാൻ നല്ല ലേറ്റായി. എനിക്ക് കുറേ എക്സ്ക്യൂസസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടോ. ഇപ്രാവശ്യം കുറച്ചൊരു ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു എക്സ്ക്യൂസ് ആയിരുന്നു. കാരണം വന്നതല്ലേ, നമ്മൾ ഹോസ്റ്റലിലേക്ക് വന്ന സമയത്ത് നമുക്ക് ഹോസ്റ്റൽ ഓപ്പൺ ആയിരുന്നില്ല. അപ്പോൾ ഒരു 1 വീക്കോളം പുറത്താണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടെ നിന്ന് എനിക്കൊരു വീഡിയോ എടുക്കാൻ പറ്റും, പക്ഷേ അതിന് വോയിസ് ഓവർ കൊടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം പിന്നെ ഞാനത് ചെയ്തില്ല. പിന്നെ നമ്മൾ ഹോസ്റ്റലിലേക്ക് ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഹോസ്റ്റലിൽ വന്നതിൻ്റെ കുറേ കാര്യങ്ങൾ ചെയ്യാണ്ടായിരുന്നു. ലൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഇപ്പോഴാണെന്ന് സമയം കിട്ടിയ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലം വേണമല്ലോ, നമ്മുടെ ഹോസ്റ്റലല്ലേ. സോ ചിന്തിക്കാമല്ലോ നമുക്ക് ഇങ്ങനെയൊക്കെയാണ് പറ്റുക. അപ്പം അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ബാക്കിയൊക്കെ ഓക്കെയാണ്. ഇതാണ് പ്രശ്നം, എങ്ങനെ കൊടുക്കും, വോയിസ് ഓവർ എങ്ങനെ കൊടുക്കും എന്നുള്ളതാണ് പ്രശ്നം. അതിനൊരു സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. പിന്നെ ഇങ്ങനെ ഇപ്പോൾ രാത്രിയാണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു 12 മണിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം കുറച്ച് സൗണ്ട് കുറവുണ്ട്. സ്റ്റിൽ എന്തൊക്കെയോ ഒച്ചപ്പാടൊക്കെ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട്. ഈ പെട്ടി പൊട്ടിക്കൽ പരിപാടികളൊക്കെ അടുത്ത ദിവസമാണ് കേട്ടോ നടന്നിട്ടുള്ളത്. എൻ്റെ ട്രൈപോഡ് പെട്ടീൻ്റെ ഉള്ളിലായിരുന്നു, എനിക്കത് എടുക്കണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഓപ്പൺ ചെയ്യാണ്. എനിക്ക് ആക്ച്വലി ഒരു സമയമെടുത്ത് നല്ലപോലെ ഓപ്പൺ ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷേ അതിനൊന്നും ഉള്ളൊരു സാഹചര്യം ആയിരുന്നില്ല. കാരണം അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഓരോ പെട്ടിയിലാണ്. പിന്നെ എല്ലാതും കൂടി ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് ഹോട്ടലിൽ നിന്ന് മൂവിങ് ചെയ്യണമല്ലോ. അപ്പോൾ എല്ലാം കൂടി തുറന്നു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാവും. സോ ഞാൻ ഉദ്ദേശിച്ച പോലത്തെ ഒരു വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് സ്റ്റിൽ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. എനിക്കുണ്ടല്ലോ വീഡിയോസ് ഇങ്ങനെ കാണുന്ന സമയത്ത് ലൈക്ക് അങ്ങനെ വീഡിയോ ചെയ്യുമോ, ഇങ്ങനെ വീഡിയോ ചെയ്യുമോ, ഹോസ്റ്റലിൽ കാണിക്കുമോ, എന്തൊക്കെയാണ് അബ്രോഡ് കൊണ്ടുപോകണ്ടേ, അങ്ങനെ കുറേ കമൻറ്റ്, കുറേ അല്ല, ലൈക്ക് ഒരു കമൻറ്റ് ഇസ് മോർ ദാൻ 100 കമൻറ്റ് ഫോർ മീ. അപ്പോൾ അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ലൈക്ക് ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ പറഞ്ഞിട്ട് അൺബോക്സ് ചെയ്യാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ മേ ബി ഞാൻ അതിന് സെപ്പറേറ്റായിട്ടൊരു വീഡിയോ ഇടണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എനിക്ക് അത്ര ഉറപ്പ് പറയാൻ പറ്റില്ല, ബട്ട് ഐ വിൽ ട്രൈ ടു ഡു ദാറ്റ്. ഞാനായതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത്. ലൈക്ക് ഉറപ്പില്ല, ഞാൻ ശ്രമിക്കാം എന്നുള്ളത്. ഐ ഡോണ്ട് ട്രസ്റ്റ് മീ. കുക്കറിൻ്റെ ഒച്ചയല്ല കേട്ടത്. ആരോ 12:30 കുക്കറിൽ വിസിൽ വയ്ക്കുന്നുണ്ട്.
എന്തായാലും ഇപ്പോൾ നമ്മൾ ഒരുങ്ങി പോണത് സിം എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്ക് ഓൾറെഡി സിം ഉണ്ടായിരുന്നു, പക്ഷേ ആ സിമ്മിൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് എവിടെ പോയെന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ കുറേ നോക്കി, അതായത് ഇങ്ങോട്ട് വരുന്ന അന്ന് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ കുറേ തപ്പി നോക്കി, പക്ഷേ എനിക്ക് കിട്ടിയില്ല. സോ അത് ലോസ്റ്റ് ആയെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് പുതിയ സിം എടുക്കണം, അതിന് വേണ്ടിയിട്ട് പോവാണ്. പിന്നെ ഇവിടെ സിം എടുക്കേണ്ട സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അത്ര ഈസി എന്നല്ല, നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സിം എടുത്തു, ഈ സിം ആക്കി നമുക്ക് വീണ്ടും രജിസ്ട്രേഷൻ ചെയ്യാനുണ്ട്. ഇവിടെ സിം എടുക്കുക എന്ന് പറയണത് ഭയങ്കര പണിയുള്ളൊരു കാര്യമാണ്. ഞാനൊരു സ്ലോട്ടിൽ എൻ്റെ ഇന്ത്യൻ സിം ഇട്ടു. ഇപ്പം ഈ സിം ഞാൻ എടുത്തു, ഈ സിമ്മിന് വേറെ സ്ലോട്ട് രജിസ്റ്റർ ചെയ്യണം. ഇനി അതിന് കുറച്ച് സമയം തന്നിട്ടുണ്ട്, അതിൻ്റെ മുന്നേ ചെയ്യണം. ഇതൊക്കെയാണ് പരിപാടി. സോ സിം എടുത്ത് ഇറങ്ങി നമുക്കിനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവണം. ഇനി അതാണ് നെക്സ്റ്റ് പരിപാടി. ഓക്കെ, മാമി അവിടെ വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, കണ്ടോ? രണ്ടുപേരും ഇങ്ങനെ വ്ളോഗ് ചെയ്ത് ഇങ്ങനെ നടക്കണം. പക്ഷെ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല, എന്തൊക്കെയാണ് പറയേണ്ടത്. ഞാൻ പറയണ വല്ല പൊട്ടത്തരാണോ എന്നൊന്നും എനിക്ക് മനസ്സിലാവണം കൂടെ. അല്ലെങ്കിൽ അങ്ങനെ ആണെങ്കിൽ തന്നെ എല്ലാവരും എൻ്റെ അടുത്തുനിന്ന് ക്ഷമിക്കണം. ഞാൻ കുറച്ച് കഴിഞ്ഞ് റെഡിയാക്കും. ഉണ്ട് അപ്പോൾ കിട്ടിയല്ലോ 7000. മതി. റിക്വസ്റ്റ് ചെയ്യണം. ATM വീടി സാധനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ശ്രദ്ധ പോയിട്ടോ. നമ്മുടെ ട്രാവലിംഗ്, ഇവിടുത്തെ ട്രാവലിങ്ങിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മളിവിടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കാർഡുണ്ട്, കണ്ടു, ഇതാണ് കാർഡ്. ഇതിന് നമ്മൾ അച്ചോ കാർഡ് എന്നാണ് പറയാം. ഇത് നമ്മൾ ക്യാഷ് ലോഡ് ചെയ്യും, എന്നിട്ടാണ് നമ്മൾ ട്രാവൽ ചെയ്യുക. ഇവിടെ ട്രാവലിംഗ് എക്സ്പെൻസൊക്കെ വളരെ കുറവാണ്. എവിടെ പോകുകയാണെങ്കിലും സെയിം എമൗണ്ട് ആണുള്ളത്. എനിക്ക് തോന്നുന്നു 1700, അതായത് 2000 സോമിൻ്റെ അടുത്ത്. നമ്മുടെ നാട്ടിൽ ഒരു 10-15 രൂപ ഉള്ളൂ വരുന്നത്. എവിടെ പോവുകയാണെങ്കിലും ഈ ഒരു എമൗണ്ടാണ്. നമ്മൾ മെട്രോയിൽ ട്രാവൽ ചെയ്യുന്ന സമയത്തും ഈ ഒരു എമൗണ്ടാണ്. നമ്മൾ ബസ്സിൽ എത്ര കിലോമീറ്റേഴ്സ് ഡിഫറൻസ് നമ്മൾ പോയാലും സെയിം എമൗണ്ടാണ് വരുന്നത്. ദാറ്റ് ഈസ് എ വെരി നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ട്രാവലിങ്ങിൻ്റെയും സിമ്മിൻ്റെയും കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഷെയർ ചെയ്യാൻ കേട്ടോ. തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്താണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.